everyone. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിൽ ഒരു പുതിയ പേപ്പറാണ് BPCM 161 ഫൗണ്ടേഷൻ ഓഫ് സൈക്കോളജി. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പം 4 ബ്ലോക്കുകളാണുള്ളത്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4. ടോട്ടലി ഈ 4 ബ്ലോക്കിലുമായിട്ട് നമുക്ക് 8 യൂണിറ്റുകളാണ് ഉള്ളത്. ബ്ലോക്ക് 1ലേക്ക് വരുമ്പം സൈക്കോളജി വാട്ട് ഇസ് ഇറ്റ്, അതിൽ നമുക്ക് ഒരു യൂണിറ്റ് ആണ് ഉള്ളത്, ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. ബ്ലോക്ക് 2ലേക്ക് വരുമ്പം നമുക്ക് 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ടുള്ളത്: പെർസെപ്ഷൻ, ലേണിംഗ് ആൻഡ് മെമ്മറി. അതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലോക്കിൽ നമുക്ക് 3 യൂണിറ്റ് ആണുള്ളത്. യൂണിറ്റ് 2 സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ, യൂണിറ്റ് 3 ലേണിംഗ്, യൂണിറ്റ് 4 മെമ്മറി. ബ്ലോക്ക് 3ലേക്ക് വരുമ്പം മോട്ടിവേഷൻ ആൻഡ് ഇമോഷൻ ആണുള്ളത്. 2 യൂണിറ്റ്സ് ആണ് ഈ ഒരു ബ്ലോക്കിലുള്ളത്, യൂണിറ്റ് 5 മോട്ടിവേഷൻ ആൻഡ് യൂണിറ്റ് 6 ഇമോഷൻ. ബ്ലോക്ക് 4ലേക്ക് വരുമ്പം പേഴ്സണാലിറ്റി ആൻഡ് ഇന്റലിജൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 യൂണിറ്റ് ആണ് ബ്ലോക്ക് 4ലുള്ളത്, യൂണിറ്റ് 7 പേഴ്സണാലിറ്റി, യൂണിറ്റ് 8 ഇന്റലിജൻസ്. ഇനി നമുക്ക് ഇതിൽ ഓരോ യൂണിറ്റ് ആയിട്ട് പരിചയപ്പെടാം. യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. ഈ യൂണിറ്റിലേക്ക് വരുമ്പം നമുക്ക് ഫൗണ്ടേഷൻസ് ആയിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കാനായിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി. വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൾക്കാർ എന്തൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലാണ് സൈക്കോളജിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വിവരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് സൈക്കോളജി ആസ് എ സയൻസ് ആണ്. എന്തുകൊണ്ട് സൈക്കോളജി ഒരു സയൻസ് ആയി, എന്ത് കാരണത്താലാണ് നമ്മൾ സൈക്കോളജിനെ ഒരു സയൻസ് സ്ട്രീമിൽ പെട്ട ഒരു സബ്ജക്റ്റ് ആയിട്ട് കരുതുന്നത് എന്നുള്ളതിന്റെ കാരണങ്ങളാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അടുത്തത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജി ആണ്. ഇപ്പോൾ ഈ കാണുന്ന ഒരു സൈക്കോളജി വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് നമുക്ക് ഉള്ളത്. ശരിക്കും സൈക്കോളജിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് പറയുമ്പം ജർമ്മനിയിൽ 1879 സൈക്കോളജി ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ തന്നെ നമ്മളുടെ മഹാഭാരതത്തിലാണെങ്കിലും അല്ലെങ്കിൽ തത്വചിന്തകരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ സൈക്കോളജിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ സൈക്കോളജി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, എങ്ങനെയാണ് സൈക്കോളജി പിന്നീട് ഡെവലപ്പ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അടുത്തത് റിസർച്ച് ആൻഡ് കോണ്ടെക്സ്റ്റ് ആണ്. അതിൽ 3 കാര്യങ്ങളാണ് വരുന്നത്: സബ് ഫീൽഡ്സ് ഓഫ് സൈക്കോളജി, മെത്തേഡ്സ് ഓഫ് റിസർച്ച് ആൻഡ് സൈക്കോളജി ഇൻ ഇന്ത്യ. നമുക്കറിയാം ഇന്ന് സൈക്കോളജി ഇല്ലാത്ത യാതൊരു മേഖലയില്ല. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പം അവിടെ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഒരു സ്കൂൾ ലെവലിലേക്ക് വരുമ്പം അവിടെ ഒരു സ്കൂൾ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്കൂൾ കൗൺസിലർ ഉണ്ട്. നമ്മളൊരു സ്പോർട്സ് ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു സ്പോർട്സ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഒരു മിലിറ്ററി ലെവലിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും അവിടെ ഒരു ആർമിക്കാരുടെ ഒരു മാനസികമായിട്ടുള്ള ആരോഗ്യം നോക്കാനായിട്ട് നമുക്ക് അവിടെ ഒരു മിലിറ്ററി സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഇനി അതുമല്ല, നമ്മളുടെ നിയമവശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവിടെ ഒരു ക്രിമിനോളജിസ്റ്റ് അല്ലെങ്കിൽ ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാ മേഖലകളിലും തീർച്ചയായിട്ടും ഒരു സൈക്കോളജി പഠിച്ചിട്ടുള്ള വ്യക്തിക്ക് ഒരു സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ മേഖലകളാണ് സൈക്കോളജിയിൽ ഉള്ളത് എന്നുള്ളത് നമ്മൾ ഈ സബ് ഫീൽഡ്സ് ഓഫ് സൈക്കോളജിയിൽ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേത് വിഷയത്തിലെയും പോലെ തന്നെ സൈക്കോളജിയിൽ ഒരുപാട് ഗവേഷണ സാധ്യതകളുണ്ട്. സൈക്കോളജിയിലെ പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജിയിൽ നമ്മളൊരു ഗവേഷണം നടത്തുന്നത്. അപ്പം ഓരോ ഗവേഷണങ്ങൾക്ക് ഓരോ രീതികളാണ്. ഇപ്പൊ നമ്മൾ ഏതൊരു പോപ്പുലേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഗവേഷണം നടത്തുന്നത്. ചിലപ്പം ചിലര് ചെറിയ കുട്ടികളിലായിരിക്കും ഗവേഷണം നടത്തുന്നത്, ചിലര് പ്രായമായിട്ടുള്ള വ്യക്തികളിലായിരിക്കും ഗവേഷണം നടത്തുന്നത്. ഇങ്ങനെ ഏത് പോപ്പുലേഷനിലാണ് നമ്മൾ ഗവേഷണം നടത്തുന്നത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗവേഷണം നടത്തുന്നത്, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഡിഫറെന്റ് റിസർച്ച് മെത്തേഡ്സ് നമുക്കുണ്ട്. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡ് ഉണ്ട്, എക്സ്പെരിമെന്റൽ റിസർച്ച് മെത്തേഡ് ഉണ്ട്, കോറിലേഷണൽ റിസർച്ച് മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ സൈക്കോളജി ജർമ്മനിയിലാണ് ഉത്ഭവിച്ചെന്നുണ്ടെങ്കിലും പിന്നീട് ഇന്നിപ്പോ ഇന്ത്യയിലും എല്ലായിടത്തും ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിയുടെ ഒരു സാന്നിധ്യം വന്നു കഴിഞ്ഞു. അപ്പൊ എങ്ങനെയാണ് പല തിയറീസും നമ്മളൊരു ഇന്ത്യൻ കൾച്ചറിൽ, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സംസ്കാരം അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരു ട്രഡീഷനിലേക്ക് മാറ്റപ്പെട്ടത്, എങ്ങനെയാണ് സൈക്കോളജിയിൽ ഇന്ത്യയിലേക്ക് വരുമ്പം എന്തൊക്കെ സാധ്യതകളാണ് സൈക്കോളജിക്ക് ഉള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ സൈക്കോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് യൂണിറ്റ് 1ന്റെ സ്ട്രക്ചർ. 1.1 തൊട്ട് 1.8 വരെയാണ് സബ് ടോപ്പിക്സ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 1.1 ഇൻട്രൊഡക്ഷൻ, 1.2 ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി, 1.3 psychology as a science, 1.4 origin and development of psychology, 1.5 subfields of psychology, 1.6 research in psychology, 1.7 methods of research in psychology. അതിൽ തന്നെ 3 മെത്തേഡ്സ് ആണ്. 1.7.1 descriptive, 1.7.2 experimental, 1.7.3 correlational, 1.8 psychology in India.
ഓരോ യൂണിറ്റിന്റെയും അവസാനം ആ യൂണിറ്റിന്റെ ഒരു സമ്മറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ യൂണിറ്റിന്റെ അവസാനം കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഓരോ യൂണിറ്റിലും കവർ ചെയ്ത് പോയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് എന്താണ് അല്ലെങ്കിൽ ടേംസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു യൂണിറ്റിൽ ഏതെങ്കിലും ടോപ്പിക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും വായിക്കാനും വേണ്ടിയിട്ടുള്ള ചില ടെക്സ്റ്റ് ബുക്ക് ഒരു റെഫറൻസ് പോലെ അല്ലെങ്കിൽ റിസോഴ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് യൂണിറ്റ് 1ന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് 2ലേക്ക് വരുമ്പം സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ ആണ്. ഇതിൽ 2.2 തൊട്ട് 2.3 നമ്മൾ സെൻസേഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2.4 തൊട്ട് 2.12 വരെ നമ്മൾ പെർസെപ്ഷനെ കുറിച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ സെൻസേഷന്റെ അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്? നമ്മൾ എപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ സെൻസസ് വഴിയാണ്. എന്തൊക്കെ സെൻസസ് ആണ് നമുക്കുള്ളത്? വിഷൻ അല്ലെ, നമ്മുടെ കണ്ണുകൾ ഒരു സെൻസ് ഓർഗൺ ആണ്. ഈ കണ്ണ് വഴി പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ ചെവി ഒരു സെൻസ് ഓർഗൺ ആണ്. ചെവി വഴി നമ്മൾ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോസ്, നമ്മുടെ മൂക്ക് ഒരു സെൻസ് ഓർഗൺ ആണ്. ഈ മൂക്ക് വഴിയാണ് നമ്മൾ പല കാര്യങ്ങളും ശ്വസിക്കുന്നത് അല്ലെങ്കിൽ സ്മെല് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ടങ്, നമ്മുടെ നാക്ക് ഒരു സെൻസ് ഓർഗൺ ആണ്. ആ നാക്ക് വഴിയാണ് നമ്മൾ പല കാര്യങ്ങളും രുചിച്ചറിയുന്നത്. അതുപോലെ തന്നെ സ്കിൻ ഏറ്റവും വലിയൊരു സെൻസ് ഓർഗൺ ആണ്. ഒരു വ്യക്തി നമ്മൾ സ്പർശിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ വ്യക്തി നമ്മളെ സ്പർശിച്ചു എന്ന് മനസ്സിലാക്കുക? തീർച്ചയായിട്ടും സ്കിൻ വഴിയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ചലനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഓരോ നീക്കങ്ങളും അതിനെയാണ് ഈ കൈനസ്തെറ്റിക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിലുള്ള നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയെടുക്കുക? അതിനാണ് ബേസിക്കലി സെൻസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് സംസാരിക്കുന്നത്. അടുത്തത് പെർസെപ്ഷൻ ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സെൻസ് ഓർഗൻസ് വഴി നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിനെ കുറിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു വ്യൂ പോയിന്റിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു വ്യക്തി നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആ വ്യക്തിയെ കുറിച്ച് ഒരു പിക്ചർ അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്? നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിനെ കുറിച്ച് നമ്മൾ എങ്ങനെ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു? ഇതിനെയാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഓർഗനൈസേഷനിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ നമുക്ക് സെൻസ് ഓർഗൻസ് വഴി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അറേഞ്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ എന്തിനെ കുറിച്ചിട്ടാണ്, അതെന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ പെർസെപ്ഷൻ എഫക്ട് ചെയ്യുന്ന വ്യത്യസ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതുപോലെ ഒരു വ്യക്തി നമ്മളിൽ നിന്ന് ഒരു ദൂരത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എത്ര ദൂരത്താണ് ആ വ്യക്തി നിൽക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ അടുത്താണെങ്കിലും ഒരുപക്ഷെ ദൂരം കൂടുതലായിട്ട് തോന്നിപ്പിക്കപ്പെടുന്നത്? അതാണ് ഡിസ്റ്റൻസ് പെർസെപ്ഷൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതുപോലെ തന്നെ വരുന്ന വേറൊരു കാര്യമാണ് ഡെപ്ത് പെർസെപ്ഷൻ. ചില ചിത്രങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് സർവ്വസാധാരണമായിട്ട് വരച്ചിട്ടുള്ള ചിത്രങ്ങളാണെങ്കിൽ പോലും ചില ചിത്രങ്ങൾ സർവ്വസാധാരണമായിട്ട് വരയ്ക്കുന്ന സമയത്ത് തോന്നുമെങ്കിലും നമ്മളത് കാണുന്ന സമയത്ത് അതിലൊരു 3D എഫക്റ്റ് തോന്നിപ്പിക്കുന്നത് എങ്ങനെ? അതാണ് നമ്മൾ ഈ ഒരു ഡെപ്ത് പെർസെപ്ഷൻ വഴി മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ മറ്റ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള മൂവ്മെന്റ്, സൈസ്, ഇല്യൂഷൻ. അതായത് നമ്മളൊരു കയർ കാണുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കതൊരു പാമ്പായിട്ട് തോന്നുന്നു. അപ്പൊ അതൊരു ഇല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ടോപ്പിക്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു പെർസെപ്ഷന്റെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് 2.2 സെൻസേഷൻ ആണ്. അതിൽ 2.2.1 ഹ്യൂമൻ സെൻസസ് ആൻഡ് ഫിസിക്കൽ എനർജി ആണ്. 2.2.2 പ്രോസസ് ഓഫ് സെൻസേഷൻ ആണ്. 2.3ലേക്ക് വരുമ്പോൾ നമ്മുടെ സെൻസസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 2.3.1 വിഷൻ. അതിൽ തന്നെ ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് അക്യൂട്ടി, ബ്ലൈൻഡ് സ്പോട്ട് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ 2.3.2 ഹിയറിംഗ്, 2.3.3 സ്മെൽ, 2.3.4 ടേസ്റ്റ്, 2.3.5 സ്കിൻ സെൻസസ്, 2.3.6 കൈനസ്തെറ്റിക് സെൻസ്. അടുത്തത് നമ്മൾ പെർസെപ്ഷനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പെർസെപ്ഷൻ 1, പെർസെപ്ഷൻ 2. അപ്പൊ പെർസെപ്ഷൻ 1 ഏറ്റവും ബേസിക് ആയിട്ടുള്ള പെർസെപ്ഷന്റെ എലമെന്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് പെർസെപ്ഷൻ 1. 2.4 പെർസെപ്ഷൻ നേച്ചർ ആൻഡ് സ്കോപ്പ്. പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അതാണ് ഇവിടെ സംസാരിക്കുന്നത്. 2.1 സ്റ്റേജസ് ഓഫ് പെർസെപ്ഷൻ. 2.6 തിയററ്റിക്കൽ അപ്രോച്ചസ് ടു പെർസെപ്ഷൻ. വ്യത്യസ്തങ്ങളായിട്ടുള്ള പെർസെപ്ഷന്റെ തിയറീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2.7 ലോസ് ഓഫ് പെർസെപ്ഷൻ ഓർഗനൈസേഷൻ, ജസ്റ്റോൾട്ട് പ്രിൻസിപ്പിൾസ്. സൈക്കോളജിയിൽ തന്നെ ഏറ്റവും
ശ്രദ്ധ നേടിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ജസ്റ്റോൾ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റോൾ സൈക്കോളജിസ്റ്റിന്റെ ചില വീക്ഷണങ്ങൾ അനുസരിച്ച് എങ്ങനെയാണ് ഈ പെർസെപ്ഷൻ വഴി നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷനെ അറേഞ്ച് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് അവർ കൊടുത്തിരിക്കുന്ന ചില ലോസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ പഠിക്കാൻ പോകുന്നത്. 2.8 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർസെപ്ഷൻ, അതിൽ 2.8.1 മോട്ടിവേഷൻ, നീഡ്, സെറ്റ്, 2.8.2 എക്സ്പെക്ടേഷൻ, 2.8.3 emotion, 2.8.4 stimulus characteristic, 2.8.5 experience, 2.8.6 culture. ഇനി പെർസെപ്ഷന്റെ രണ്ടാമത്തെ ഒരു പാർട്ടിലേക്ക് വരുമ്പം 2.9 പെർസെപ്ഷൻ ഓഫ് ഡെപ്ത് ആൻഡ് ഡിസ്റ്റൻസ് ആണ്. അതിൽ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, മോണോക്കുലാർ ക്യൂസ് ആൻഡ് ബൈനോക്കുലാർ ക്യൂസ്. 2.9.1 മോണോക്കുലാർ ക്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ വരുന്ന ചില കാര്യങ്ങളാണ് റിലേറ്റീവ് സൈസ്, texture gradient, aerial perspective, linear perspective, interposition, accommodation and motional parallax. 2.9.2 വരുന്ന കാര്യമാണ് ബൈനോക്കുലർ ക്യൂസ് എന്ന് പറയുന്നത്. രണ്ട് ബൈനോക്കുലർ ക്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, റെറ്റിനൽ ഡിസ്പാരിറ്റി, കൺവേർജൻസ്. ഇനി 2.10 വരുമ്പം മൂവ്മെന്റ് പെർസെപ്ഷൻ ആണ്. 2.11 വരുമ്പം സൈസ് പെർസെപ്ഷൻ ആണ്. 2.12 വരുമ്പം പെർസെപ്ഷ്യൽ എറേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷ്യൽ എറർ അല്ലെങ്കിൽ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഇല്യൂഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഡെയിലി ലൈഫിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് എടുക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. ഇനി യൂണിറ്റ് 3 വരുമ്പം വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്, ലേണിങ്ങിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിന്റെ ഒരു കീ കൺസെപ്റ്റിലേക്ക് വരുമ്പം ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർ തിയറീസ് ആണ്. 3 ഇമ്പോർട്ടന്റ് തിയറി ആണ് നമ്മൾ ലേണിംഗിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് 3 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈക്കോളജിയിലെ ആൾക്കാരാണ്. ആദ്യം ഇവാൻ പാവ്ലോവ്, അദ്ദേഹത്തിന്റെ തിയറിയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, അതുകൊണ്ടാണ് അതിനെ പാവ്ലോവ്സ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തേത് BF സ്കിന്നറിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്, അതുകൊണ്ടാണ് അതിന് സ്കിന്നേഴ്സ് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അടുത്തത് ആൽബർട്ട് ബണ്ടൂരയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറിയാണ് സോഷ്യൽ ലേണിംഗ് തിയറി, അതിനെയാണ് നമ്മൾ ബണ്ടൂര സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ തരം കോഗ്നിറ്റീവ് തിയറീസ് ആണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളത്? 2 കോഗ്നിറ്റീവ് തിയറീസ് ആണുള്ളത്, ലേറ്റന്റ് ലേണിംഗ് ആൻഡ് ഇൻസൈറ്റ് ലേണിംഗ്. അതുപോലെ തന്നെ എന്തൊക്കെ ടെക്നിക്സ് അല്ലെങ്കിൽ എന്തൊക്കെ മെത്തേഡ്സ് വഴിയാണ് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്നത്? 3 മെത്തേഡ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഇമേജറി, റിഹേഴ്സൽ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പൊ ഈ ഒരു ലേണിംഗ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, സൈക്കോളജിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടന്നിട്ടുണ്ട്. ഈ എക്സ്പെരിമെന്റ്സിലൂടെയാണ് പാവ്ലോവ് ആയാലും BF സ്കിന്നർ ആയാലും ആൽബർട്ട് ബണ്ടൂരി ആണെങ്കിലും ഒരുപാട് കണ്ടെത്തലുകളിലേക്ക് അല്ലെങ്കിൽ ഈ തിയറീസിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെയാണ് കോഗ്നിറ്റീവ് ഒരു തിയറി ആയിട്ടുള്ള ലേറ്റന്റ് ലേണിംഗിലും ഇൻസൈറ്റ് ലേണിംഗിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് നടന്നിട്ടുണ്ട്. അപ്പൊ ഈ എക്സ്പെരിമെന്റ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് വളരെ എന്താ പറയുക, നമുക്ക് ഒത്തിരി നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന കുറെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കാനായിട്ടുള്ളത്. യൂണിറ്റ് 3 ഒരു സ്ട്രക്ചറിലേക്ക് വരുമ്പം 3.2 നേച്ചർ ഓഫ് ലേണിംഗ്, 3.3 ടൈപ്സ് ഓഫ് ലേണിംഗ്, 3.4 തിയറീസ് ഓഫ് ലേണിംഗ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 തിയറീസ് ആണ്. 3.4.1 പാവ്ലോവ്സ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, അതിൽ തന്നെ ഉള്ളൊരു എക്സ്പെരിമെന്റ് ആണ് ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റ്. 3.4.2 സ്കിന്നേഴ്സ് ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ്, 3.4.3 ബണ്ടൂര സോഷ്യൽ ലേണിംഗ് തിയറി. 3.5 വരുമ്പം കോഗ്നിറ്റീവ് ലേണിംഗിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. 2 തിയറീസ് ആണ് കോഗ്നിറ്റീവ് ലേണിംഗിലുള്ളത്, ലേറ്റന്റ് ലേണിംഗും ഇൻസൈറ്റ് ലേണിംഗും. 3.6 വരുമ്പം ലേണിംഗ് സ്ട്രാറ്റജീസ് ആണ്. 3 സ്ട്രാറ്റജീസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ഇമേജറി, റിഹേഴ്സൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇനി യൂണിറ്റ് 4 മെമ്മറി ആണ്. മെമ്മറിയുടെ മോഡൽസ് ആൻഡ് ടൈപ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെമ്മറിയുടെ ടൈപ്സ് ആണ് സെമാന്റിക് മെമ്മറി, സെൻസറി മെമ്മറി, എപ്പിസോഡിക് മെമ്മറി, ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി, ഫോൾസ് മെമ്മറി, ഫ്ലാഷ് ബൾബ് മെമ്മറി എന്നൊക്കെ പറയുന്നത്. ഇതിന്റെ തിയറിയുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത മോഡൽസ് ഉണ്ട് മെമ്മറിയുടെ. അതാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ, ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് മോഡൽ ആൻഡ് വർക്കിംഗ് മെമ്മറി മോഡൽ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ഈ മെമ്മറി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്, നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എങ്ങനെയാണ് മെമ്മറി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അത് തീർച്ചയായിട്ടും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഫോർഗെറ്റിംഗ് ആണ്. നമുക്കറിയാം ചില കാര്യങ്ങൾ എത്ര പഠിച്ചാലും നമ്മുടെ ഓർമ്മയിൽ ഇരിക്കില്ല, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെക്കുന്നുണ്ട്.
അപ്പൊ എങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ നമുക്ക് മറന്നു പോകുന്നത് അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് നമുക്ക് എങ്ങനെ കുറയ്ക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫോർഗെറ്റിംഗ് നടക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഏരിയയിൽ നമുക്ക് രണ്ട് മേജർ ഫോക്കസ് ആണ്. ഒന്ന് ഫോർഗെറ്റിംഗ് വരുന്നുണ്ട്, രണ്ടാമത്തത് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെക്നിക്സ് ഓഫ് ഇംപ്രൂവിംഗ് മെമ്മറി, എങ്ങനെ നമുക്ക് മെമ്മറി പവർ കൂട്ടാനായിട്ട് സാധിക്കും. അതിൽ വരുന്ന ഒരു മേജർ ഫോക്കസ് ഏരിയ ആണ് ന്യൂമോണിക്സ് എന്ന് പറയുന്നത്. ന്യൂമോണിക്സ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടെക്നിക്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി യൂണിറ്റ് 4ന്റെ ഒരു സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ 4.2 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മെമ്മറി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ മെമ്മറി ഡിഫൈൻ ചെയ്യാം, എന്ത് രീതി, എന്ത് നേച്ചർ ആണ് മെമ്മറിക്ക് ഉള്ളത്. 4.3ലേക്ക് വരുമ്പോൾ തിയറീസ് ഓഫ് മോഡൽസ് ഓഫ് മെമ്മറി ആണ്. അതിൽ ഇൻഫർമേഷൻ പ്രോസസിംഗ് മോഡൽ, ലെവൽസ് ഓഫ് പ്രോസസിംഗ്, വർക്കിംഗ് മെമ്മറി. 4.4ൽ വരുമ്പോൾ മെമ്മറിയുടെ ടൈപ്സ് ആണ് സെമാന്റിക് മെമ്മറി, സെൻസറി മെമ്മറി, എപ്പിസോഡിക് മെമ്മറി, ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി, ഫോൾസ് മെമ്മറി, ഫ്ലാഷ് ബൾബ് മെമ്മറി. 4.5 ഫോർഗെറ്റിംഗ് ആണ്. 4.6 ടെക്നിക്സ് ഓഫ് ഇംപ്രൂവിംഗ് മെമ്മറി. അതിൽ തന്നെ ന്യൂമോണിക്സ് യൂസിങ് ഇമേജസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ന്യൂമോണിക്സ് യൂസിങ് ഓർഗനൈസേഷൻ വരുന്നുണ്ട്. അടുത്തത് യൂണിറ്റ് 5 ആണ് മോട്ടിവേഷൻ. മോട്ടിവേഷനിൽ നമുക്ക് ബയോജെനിക് മോട്ടീവ്സ് വരുന്നുണ്ട്. എന്താണ് ബയോജെനിക് അല്ലെങ്കിൽ ബയോളജിക്കൽ മോട്ടീവ്സ് എന്ന് പറയും? നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ്. അടുത്തത് സൈക്കോജെനിക് മോട്ടീവ്സ് ആണ്. സൈക്കോളജിക്കലി ഒരു വ്യക്തിക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, അതിലാണ് എക്സ്പ്ലോറേഷൻ, കോമ്പീറ്റൻസ്, സെൽഫ് ആക്ച്വലൈസേഷൻ ഒക്കെ വരുന്നത്. അടുത്തത് സോഷ്യോജെനിക് മോട്ടീവ്സ് ആണ്. അതിലാണ് സോഷ്യൽ ഇന്ററാക്ഷൻ. നമ്മൾ തീർച്ചയായിട്ടും ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അല്ലെങ്കിൽ സംസാരിച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്, അല്ലെ? നമുക്ക് ഐസൊലേറ്റഡ് ആയിട്ട് ആരോട് മിണ്ടാതെ ഒന്നും സംസാരിക്കാതെ നമുക്ക് ജീവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതാണ് സോഷ്യോജെനിക് മോട്ടീവ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ തിയറിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിലേക്ക് വരുന്ന സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള തിയറീസ്, എന്തൊക്കെ ഡിഫറെന്റ് തിയറീസ് ആണ് ഈ മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതൊരു കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ഒരു യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 5.2 മോട്ടിവേഷൻ, അതിന്റെ കൺസെപ്റ്റ് എന്താണ്. 5.3 എന്ത് നേച്ചർ ആണ് മോട്ടിവേഷൻ ഉള്ളത്. 5.4 ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. അതിൽ തന്നെ 5.4.1 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബയോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബയോജെനിക് ആണ്. അതിൽ ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ് വരുന്നുണ്ട്. 5.4.2 സൈക്കോജെനിക് ആണ്, എക്സ്പ്ലോറേഷൻ, കോമ്പീറ്റൻസ്, സെൽഫ് ആക്ച്വലൈസേഷൻ. അതുപോലെ തന്നെ 5.4.3 സോഷ്യോജെനിക് മോട്ടീവ്സ് ആണ്. ഇനി യൂണിറ്റ് 5ൽ നമുക്ക് തിയറീസ് വരുന്നുണ്ട്. അതിൽ 5.5 ആണ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. 12 അപ്രോച്ചസ് ആണ് നമുക്ക് വരുന്നത്. എവല്യൂഷണറി അപ്രോച്ച് ഉണ്ട്, ഡ്രൈവ് റിഡക്ഷൻ ഉണ്ട്, ഓപ്റ്റിമൽ അറൗസൽ തിയറി ഉണ്ട്, ഇൻസെന്റീവ് തിയറി, കോഗ്നിറ്റീവ് ഗോൾ സെറ്റിംഗ് തിയറി, ഹൈറാർക്കിയൽ മോഡൽ, സെൽഫ് ഡിറ്റർമിനേഷൻ, സെൽഫ് തിയറി, ആൽഡർഫേഴ്സ് ERG തിയറി, ഹെർസ്ബർഗ്സ് 2-factor തിയറി, മക്ലെലൻസ് അക്വയർഡ് നീഡ് തിയറി. ഇങ്ങനെ കുറെ തിയറീസ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കാണാനായിട്ട് സാധിക്കും. 5.6ൽ ഫ്രസ്ട്രേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ആണ്. നമുക്ക് നമ്മുടെ മോട്ടീവ്സ്, നമുക്കൊരു ഒരു മോട്ടിവേഷൻ ഇല്ലാത്തപ്പോൾ നമ്മുടെ ഗോള്, നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാതിരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും? നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. ഫ്രസ്ട്രേഷനെ കുറിച്ചും കോൺഫ്ലിക്റ്റിനെ കുറിച്ചും ഒരു ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 5.6.1 ഫ്രസ്ട്രേഷൻ ആണ്. 5.6.2 കോൺഫ്ലിക്റ്റ് ആണ്. അടുത്തത് യൂണിറ്റ് 6 ആണ്, ഇമോഷൻസ്. യൂണിറ്റ് 6ലേക്ക് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്, അല്ലെ? അപ്പം എന്തൊക്കെയാണ് ഇമോഷനിൽ വരുന്ന മേജർ ഏരിയാസ് ഓഫ് ഫോക്കസ്? യൂണിറ്റ് 6 സ്ട്രക്ചറിലേക്ക് വരുമ്പം 6.2 ഇമോഷൻസ് ആണ്, നേച്ചർ ഓഫ് ഇമോഷൻ വരുന്നുണ്ട്. 6.3 ടൈപ്സ് ഓഫ് ഇമോഷൻസ് വരുന്നുണ്ട്. എന്തൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് ആണ് ഓരോ വ്യക്തികൾക്കും ഉള്ളത്. അതിൽ തന്നെ പ്രൈമറി ഇമോഷൻസ് ഉണ്ട്, സെക്കൻഡറി ഇമോഷൻസ് ഉണ്ട്. 6.4ൽ ഫങ്ഷൻ ഓഫ് ഇമോഷൻ. ഓരോ ഇമോഷനും ഓരോ ഫങ്ഷൻ ഉണ്ട്. ഇപ്പൊ ഒരു വ്യക്തി ഒരു ഭയം ഉണ്ടാവുമ്പം ആ ഭയം തീർച്ചയായിട്ടും നമ്മൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു ഡേഞ്ചർ അല്ലെങ്കിൽ ആപത്തിൽ നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വ്യക്തികൾക്കും ഫിയർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഭയം എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഉണ്ടാവുന്നത്. ഇങ്ങനെ ഒരു ഭയം തോന്നിയില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മളൊരു ഡേഞ്ചറിലേക്ക് കടന്നു പോകും. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവൻ അത് ആപത്താണ്. അപ്പൊ ഇങ്ങനെ ഓരോ ഇമോഷന്റെയും ഫങ്ഷൻ എന്താണ്? അതുപോലെ 6.5ൽ കമ്പോണൻസ് ഓഫ് ഇമോഷണൽ പ്രോസസ്. 6.6 ഇമോഷൻ ആൻഡ് മൂഡ് ആണ്. അതുപോലെ 6.7 ഇമോഷൻ ആൻഡ് ഫീലിംഗ്സ് ആണ്. 6.8 തിയറീസ് ഓഫ് ഇമോഷൻ ആണ്. ജെയിംസ് ലാങ് തിയറി, കാനൻ ബാർഡ് തിയറി, സാഷർ സിംഗർ തിയറി, ഫേഷ്യൽ ഫീഡ്ബാക്ക് ഹൈപ്പോത്തസിസ്, കോഗ്നിറ്റീവ് മീഡിയേഷണൽ തിയറി, ഓപ്പോണന്റ് പ്രോസസ് തിയറി. എങ്ങനെ ഡിഫറെന്റ് തിയറീസിനെ കുറിച്ച് പറയുന്നുണ്ട്. 6.9 മെഷർമെന്റ് ഓഫ് ഇമോഷൻ ആണ്. നമുക്ക് ഓരോ ഇമോഷൻസ് മെഷർ ചെയ്യാൻ പറ്റും.
ചിലപ്പോൾ നമ്മൾ ഭയങ്കര നെർവസ് ആയിരിക്കും. അപ്പൊ എത്രത്തോളം നമുക്ക് ആങ്സൈറ്റി ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും. നമ്മുടെ ഭയം എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പ്ലസന്റ് ആയിട്ടുള്ള ഇമോഷൻസ് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ എങ്ങനെ നമുക്ക് ഇമോഷൻസ് മെഷർ ചെയ്യാം എന്നുള്ളതാണ് ഫൈനൽ ഒരു ടോപ്പിക് ആയിട്ട് വരുന്നത്. ഇനി യൂണിറ്റ് 7 പേഴ്സണാലിറ്റി ആണ്. പേഴ്സണാലിറ്റിയും ഇന്റലിജൻസിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ബ്ലോക്ക് 4 സംസാരിക്കുന്നത്. പേഴ്സണാലിറ്റിയുടെ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് അതിൽ മെയിൻ തിയറീസ് ആണ് നമുക്കുള്ളത്. ഇപ്പൊ ഫ്രോയിഡിയൻ തിയറീസ് വരുന്നുണ്ട്. പേഴ്സണാലിറ്റിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അതുപോലെ തന്നെ ഫ്രോയിഡിന് ശേഷം വന്നിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ഈ ഒരു പേഴ്സണാലിറ്റിനെ ഡിസ്കസ് ചെയ്യുന്നത്, അതാണ് നിയോ ഫ്രോയിഡിയൻ തിയറീസ് വരുന്നുണ്ട്. ബിഹേവിയറിസ്റ്റിക് തിയറീസ് വരുന്നുണ്ട്. ഹ്യൂമനിസ്റ്റിക് തിയറീസ് ഉണ്ട്. ട്രേറ്റ് തിയറി ഉണ്ട്. ട്രേറ്റ് തിയറിയിൽ നമ്മൾ കാണുന്നത് ആൽപോർട്ടിന്റെ ട്രേറ്റ് തിയറി ഉണ്ട്, കേറ്റലിന്റെ ട്രേറ്റ് തിയറി ഉണ്ട്, ഐസെക്കിന്റെ ട്രേറ്റ് തിയറി ഉണ്ട്, അതുപോലെ തന്നെ ബിഗ് 5 ഫാക്ടർ തിയറി ഉണ്ട്. പിന്നെ ഒരു ഇന്ത്യൻ സിനാരിയോ അല്ലെങ്കിൽ ഇന്ത്യൻ അപ്രോച്ചിൽ വരുമ്പോൾ എങ്ങനെയാണ് പേഴ്സണാലിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അസസ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. പേഴ്സണാലിറ്റിയുടെ ഇന്റലിജൻസിന്റെ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ അസസ്മെന്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഒരു വ്യക്തിക്ക് എത്രത്തോളം ഇന്റലിജൻസ് ഉണ്ട് അല്ലെങ്കിൽ IQ ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം. ഇതൊക്കെയാണ് ഈ അസസ്മെന്റ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പേപ്പർ ആൻഡ് പെൻസിൽ ടെസ്റ്റ് ഉണ്ട്, പ്രോജക്റ്റീവ് ടെക്നിക്സ് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു പേഴ്സണാലിറ്റിയുടെ ഏരിയയിൽ നമ്മളുടെ മേജർ ഫോക്കസ്. ഈ ഒരു യൂണിറ്റിന്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പം 7.2 ഡെഫിനിഷൻ ആൻഡ് നേച്ചർ ഓഫ് പേഴ്സണാലിറ്റി, 7.3 തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി, അതിൽ തന്നെ 7.3.1 ഫ്രോയിഡിയൻ തിയറീസും വരുന്നുണ്ട്, നിയോ ഫ്രോയിഡിയൻ തിയറീസും വരുന്നുണ്ട്. 7.3.2 ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് വരുന്നുണ്ട്. 7.3.3 ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. 7.3.4 ട്രേറ്റ് തിയറീസ് ആണ്. അതിൽ ആൽപോർട്ട്, കേറ്റൽ, ഐസിങ്, മെക്രേ ആൻഡ് കോസ്റ്റ ഇവരുടെ തിയറീസ് ആണ്. 7.3.5 ഇന്ത്യൻ അപ്രോച്ച് ആണ്. 7.4 അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. പേപ്പർ ആൻഡ് പെൻസിൽ ടെസ്റ്റ് ഉണ്ട്. ചിലത് നമുക്ക് ക്വസ്റ്റനെയർ ആണ്. നമുക്ക് ഒരു വ്യക്തിക്ക് ആരുടെ പേഴ്സണാലിറ്റി ആണ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്, ആ വ്യക്തിക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു, ആ വ്യക്തി തന്നെ പൂരിപ്പിച്ച് തരുന്നു. അതല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് ചോദ്യം ചോദിക്കാം, അതിനുശേഷം ആ വ്യക്തി തരുന്ന ആൻസേഴ്സ് നോട്ട് ഡൗൺ ചെയ്ത് നമുക്ക് സ്കോർ ചെയ്യാം. ചിലത് പ്രോജക്റ്റീവ് ടെക്നിക്സ് ആണ്. ഇപ്പൊ സപ്പോസ് നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കുറച്ച് അബ്നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അധികം ഒന്നും സംസാരിക്കാത്ത ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പ്രോജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ആ വ്യക്തിക്ക് ചില സ്റ്റോറി കാർഡ്സ് കൊടുക്കാം. ആ വ്യക്തി ആ സ്റ്റോറീസ് നോക്കിയിട്ട് അല്ലെങ്കിൽ ആ കാർഡ് നോക്കിയിട്ട് ആ വ്യക്തിക്ക് എന്താണോ മനസ്സിലായിട്ടുള്ളത് അത് ആ വ്യക്തി നമ്മളോട് തിരിച്ചു പറയും. ആ ഒരു സ്റ്റോറി വഴി, ആ സ്റ്റോറിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വഴി ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കി എടുക്കുന്നതാണ് ബേസിക്കലി പ്രോജക്റ്റീവ് ടെക്നിക്. ഇനി അടുത്ത ഒരു ലാസ്റ്റ് യൂണിറ്റ് 8 ഇന്റലിജൻസ് ആണ്. യൂണിറ്റ് 8ന്റെ ഒരു സ്ട്രക്ചറിലേക്ക് വരുമ്പം 8.2 കൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഇന്റലിജൻസ് ആണ്. ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് ബൈ ബർത്ത് ജനിച്ച ഉടനെ തന്നെ കിട്ടുന്ന ഒരു കാര്യമാണോ, അതോ നമ്മുടെ എക്സ്പീരിയൻസസ് വഴി നമ്മൾ പഠിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന ഒരു കാര്യമാണോ? അതുപോലെ 8.3 തിയറീസ് ഓഫ് ഇന്റലിജൻസ് ആണ്. 8 തിയറീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്പിയർമാന്റെ തിയറി ഉണ്ട്, തേർഡ്സ്റ്റൺ തിയറി, സ്റ്റേൺബർഗ് തിയറി, ഗാർഡ്നേഴ്സ് തിയറി, കേറ്റൽസ് തിയറി, PASS തിയറി, ടെക്നോളജിക്കൽ ആൻഡ് ഇന്റഗ്രൽ തിയറി. 8.4 വീണ്ടും നമുക്ക് അസസ്മെന്റ് ആണുള്ളത്. 8.4.1 ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ടെസ്റ്റ് ഉണ്ട്, വെർബൽ ആൻഡ് നോൺ വെർബൽ ടെസ്റ്റ് ഉണ്ട്, കൾച്ചർ ഫെയർ ആൻഡ് കൾച്ചർ ബയസ്ഡ് ടെസ്റ്റ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 4 ബ്ലോക്കിലായിട്ടുള്ള 8 യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഡെയിലി ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വളരെ ഇൻട്രസ്റ്റോട് കൂടി പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇനി തുടർന്ന് വരുന്ന വീഡിയോസിൽ നമ്മൾ ഓരോ യൂണിറ്റും ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.